അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചിലവഴിച്ച് പണി കഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. മൈതാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് വിശാലമായ സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപ ചിലവഴിച്ചാണ് മൈതാനം യാഥാർത്ഥ്യമാക്കുന്നത്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് മൈതാനം നിർമ്മിക്കുന്നത്. മൈതാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. മൈതാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. എത്തിച്ചേർന്നപ്പോൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിപ്പോൾ ഗ്രൗണ്ട് വർക്കുകൾ നടക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത്. അപ്പം അതനുസരിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഏതായാലും പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വളരെയേറെ സന്തോഷം. നമ്മുടെ മേഖലയിൽ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഓരോ ദിവസം പത്രങ്ങൾ വായിക്കുമ്പോൾ പലരും പല രീതിയിൽ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതോടുകൂടി എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു സ്ഥിതിവിഷയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ ശ്രദ്ധ തിരിച്ച് വിടണം. പഠനത്തോടൊപ്പം കുട്ടികളുടെ കഴിവുകളും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അപ്പം അത് ഗ്രൗണ്ട് എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പം അതിലേക്കുള്ള ശ്രദ്ധ നമ്മൾ എല്ലാ പ്രദേശത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സോളമൻ PA, സ്കൂൾ സൂപ്രണ്ട് കുര്യാക്കോസ് TP, നാദിഷ PN, PTA ഭാരവാഹികൾ, മുൻ PTA ഭാരവാഹികൾ, അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ, സ്കൂൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിന്റെ മാത്രമല്ല അടിമാലിയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്ത് നൽകും വിധം മൈതാനം പണികഴിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.